ഫ്രഷ് ചെമ്മീൻ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സീസണാണിപ്പോൾ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇതിനുവേണ്ടി 200 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ക്ലീൻ ചെയ്ത ശേഷം 200 ഗ്രാം. ഇത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ തൈര് ഇത്രയും ചേർത്തിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കാം. തൈരിന് പകരം നാരങ്ങാനീര് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. തൈരും ചെമ്മീനും ഒരുമിച്ചാക്കരുതെന്നൊരു വാദം കേട്ടിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ട് അടിത്തറയുള്ള ഒരു വാദമാണോ അതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ തൈരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നാരങ്ങാനീര് ഉപയോഗിക്കാം. ഇതിങ്ങനെ പുരട്ടി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ചേറെ വെളുത്തുള്ളി എടുക്കാം. ഒരു 15, തീരെ ചെറുതാണെങ്കിൽ ഒരു 20 അല്ലി വെളുത്തുള്ളി എടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ചില മുളക് പൊടിക്ക് നല്ല എരിവുണ്ടാവും, അങ്ങനെയാണെങ്കിൽ കുറച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 നുള്ള് ഉലുവാപ്പൊടി. ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക്. ഇനി വാളംപുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള ജ്യൂസാണ്. കുറച്ച് വാളംപുളിയിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്ത ജ്യൂസാണ് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. മസാലയിലേക്ക് ആവശ്യമായിട്ട് അല്പം ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 അണ്ടിപ്പരിപ്പ് ഇത്ര എടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇത് അരച്ചെടുക്കാം. പേസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പൊന്ന് വെന്ത് വരുന്നത് വരെ ഒരു 2-3 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. അരപ്പ് ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുരട്ടി വെച്ചിരുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ അല്പസമയം ഇളക്കി കൊടുക്കുക. ചെമ്മീൻ പെട്ടെന്ന് വേഗം, ഓവറായിട്ട് അതുകൊണ്ട് ഇത് കുക്ക് ചെയ്യരുത്. കൂടുതൽ സമയം വേവിച്ചാൽ ചെമ്മീൻ കൂടുതൽ ടഫായി പോകും. ഒരു 3 മിനിറ്റാണ് ഇപ്പോൾ കുക്ക് ചെയ്തിട്ടുള്ളത്. ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാം. കുറച്ചുകൂടി കറിവേപ്പിലയും ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അതിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.